ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കാണിച്ചത്. അതായത് നെൽക്കതിരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നെല്ല് കൊയ്ക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീടിന് മുന്നിലൂടെയാണ് ട്രാക്ടർ നെല്ല് കൊയ്ക്കുന്ന വണ്ടിയായിട്ട് പോകുന്നത്. ഗായ്സ്, ട്രാക്ടറിൻ്റെ ഒച്ച കേട്ടപ്പോക്ക് എൻ്റെ അനിയൻ ഇവിടെ റോഡിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ നെല്ല് കൊഴിക്കുന്ന വണ്ടി കാണുന്നത്. ഗായ്സ്, ഞങ്ങൾ കുറച്ച് എത്തിയപ്പോക്കും ട്രാക്ടറൊക്കെ കണ്ടു. അപ്പോൾ ട്രാക്ടറിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് ഞങ്ങൾ നെല്ല് കൊഴിക്കുന്നത് കാണാൻ വേണ്ടി പോയത്. ഞങ്ങൾ എത്തിയപ്പോക്കും കൊഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗായ്സ്, അവിടെ നട്ടപ്പോൾ ഒരു വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോക്കും ആ ഒരു പോർഷൻ പകുതിയോളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് കണ്ട് കുറേ നേരം നിന്നു. അതിൻ്റെ ബാക്ക് കൂടെയാണ് നെല്ല് വീഴുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വേഗം വീട്ടിലേക്ക് പോയി. പിന്നെ സന്ധ്യ ആയപ്പോഴാണ് വന്നത്. അപ്പോഴത്തേക്കും വേറൊരു ഭാഗത്തേക്ക് പോയി അവിടെ കൊഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗായ്സ്, അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ പക്ഷികളെ കാണാം. കൊക്ക്, തത്ത, പ്രാവ്, മൈന, അങ്ങനെ കുറേ കൊക്കും മൈനയും ഒക്കെ ആ വണ്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. പണ്ട് കാലത്തൊക്കെ മനുഷ്യന്മാരായിരുന്നു ഇതൊക്കെ ചെയ്തത്. ഒറ്റൊരു നിമിഷം കൊണ്ട് വണ്ടി കണ്ടെത്തിയത് കൊണ്ട് ഇപ്പോൾ നെല്ല് കൊഴിക്കാനൊക്കെ എളുപ്പമാണ്. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി അങ്ങ് കുറച്ച് ദൂരെ പോയി. പക്ഷെ കുഴപ്പമില്ല, ഇത് കിട്ടിയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ചാടി കളിച്ച്. പിന്നെ ഇടയ്ക്കുണ്ട് അനിയൻ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓനായിക്കൂടൊക്കെ ഓടിച്ചാടി നടക്കുകയാണ്. ഗൈസ്, സന്ധ്യ ആയപ്പോഴേക്കും ഇത്രയും പോർഷൻ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കുറച്ചെങ്കിലും ഭംഗിയുണ്ട്. പക്ഷെ നെല്ലുള്ളതാണ് കുറച്ച് ഭംഗി. പിന്നെ ഞങ്ങൾ എൻ്റെ അനിയൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. എന്താ ഓൻ്റെ ഒരു ചിരി! അവനവിടെ പ്രാവുകളൊക്കെ പറക്കണത് കണ്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അവനവിടെ ഇറങ്ങാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്ന്. ഗായ്സ്, കൊക്കുകളൊക്കെ ആ വണ്ടീന് പിന്നാലെ പാറിക്കൊണ്ട് കിടക്കുകയാണ്. കൊക്കുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് സന്ധ്യാസമയത്ത് പാറണത് കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. ഇപ്പോൾ ആ ഒരു പോർഷനത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് വരുന്ന നെല്ല് ഒരു ചാക്ക് പോലത്തെ ഒരു സാധനം വിരിച്ചിട്ടിട്ട് അയക്കിടുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോഴത്തെ തിന്നാൻ തോന്നും, അത്രയ്ക്കും ഒരു ഇതിലാണ് വീണത്. ഗൈസ്, ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതന്നെ ഒന്ന് കാണാൻ പറ്റിയത് ഇതിൻ്റെ ഒരു ഭാഗ്യമാണ്. ഗൈസ്, ഇത്രയും തോന്നെ നെല്ലൊക്കെ എവിടെ നിന്നാവോ ഇവരെ ഒളിപ്പിച്ച് വെച്ചത് ഈ വണ്ടീൻ്റെ ഉള്ളിൽ. ഗൈസ്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും തോന്നെ നെല്ല് ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന്. നെല്ല വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് തീരാനായിട്ടുണ്ട് ഗൈസ്. തീർന്നു. ഇത്രയും തോന്നെ നെല്ലാണ് ഈ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഗൈസ്, ഇവിടുത്തെ നെൽക്കൊഴുത്തൊക്കെ കഴിഞ്ഞ് അടുത്ത വയലിലോട്ട് പോകാൻ വേണ്ടിയുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഗൈസ് വണ്ടി ഉള്ളത്. അപ്പോൾ വണ്ടി പോകാൻ നിൽക്കുകയാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് പോകുമായിരിക്കും. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഞങ്ങൾ ട്രാക്ടറിനെ വെറുതെ കിട്ടിയില്ല. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.